ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചിട്ട് എന്താണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതിലെന്താണ് യൂണിവേഴ്സ് കരുതുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉദ്ദേശിക്കുന്നത്? ഇൻഡ്യൂഷൻ വന്നിട്ടുണ്ട്. അതോറിറ്റി വന്നിട്ടുണ്ട്. മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട്. ഒറ്റൊരു കാർഡും കൂടി എടുക്കാം, ഒറാക്കിൾ കാർഡ്സ്. മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് പോസിറ്റീവ് മൊമെന്റ്, ഇമോഷണൽ വിഡ്രോൾ, മെറ്റീരിയൽ ഹാർവെസ്റ്റ്. ഓക്കെ, മെയിൻലി ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് യൂണിവേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. ഫസ്റ്റ് ആൻഡ് ഇൻഡ്യൂഷൻ ആണ് വന്നിട്ടുള്ളത്. അതോറിറ്റി വന്നിട്ടുണ്ട്. സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ പല ഗൈഡൻസും തരിക, അല്ലെങ്കിൽ പല ലെസൺസ്, പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് അതുപോലെ നിങ്ങളെ ഇമോഷണലി ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ക്ലാരിറ്റിയോടെ നോക്കാം എന്താണ് എന്നുള്ളത്. ക്ലാരിറ്റി ആണ്. ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിൽ പല ആളുകളും ഭയങ്കരമായിട്ടും ഇമോഷണലി കണക്റ്റ് ആവുന്ന ആളുകളായിരിക്കും. അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും. പക്ഷെ പറഞ്ഞത് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും റിഗ്രറ്റ് ഉണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സങ്കടം വരും. ഒരു പെട്ടെന്ന് തന്നെ ഡൗൺ എനർജി ആവുന്ന സംതിങ് ക്യാരക്ടർ ആയിരിക്കും നിങ്ങളുടേത്. അപ്പം ഇമോഷണലി വേഗം കണക്റ്റഡ് ആവുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ ഇമോഷണലി നിങ്ങളെ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. മേ ബി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അതായത് ഈ ഒരു പേഴ്സൺ വന്നതിൻ്റെ ശേഷം നിങ്ങൾ പരമാവധി നിങ്ങളുടെ കരയുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിങ്സ് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ ഹൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ പുറത്തൊന്നും എനിക്കിങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഈ പേഴ്സൺ കാരണമായിരിക്കാം. ഓക്കെ, നിങ്ങൾ മേ ബി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഇമോഷണലി ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അങ്ങനെ ഒരു കാര്യം യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് കിങ് ഓഫ് വാൻസ് ആണ്. നിങ്ങൾ ഇപ്പം കൂടുതലായിട്ടും കാണുന്നത്, ഈ വീഡിയോസ് കാണുന്നത് ഫീമെയിൽ ആണെങ്കിൽ, ഓക്കെ, മെയിൽ കാണുന്നില്ല എന്നല്ല, ഫീമെയിൽ ആണ് ഈ വീഡിയോസ് കൂടുതലായിട്ടും കാണുന്നതെങ്കിൽ നിങ്ങളെ ഒരു മെയിൽ എനർജിയിലേക്ക്, ഒരു മസ്കുലിൻ എനർജിയിലേക്ക്, അതായത് ഒരു പവർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് തന്നെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈഫിൽ ഉണ്ടാവുന്ന ചില സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് നിങ്ങൾ മുൻപേ, റിലേഷൻഷിപ്പ് വരുന്നതിന് മുൻപേ മേ ബി നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പോകാൻ വരാൻ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ അതിനെയൊക്കെ നേരിടാൻ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ പല കാര്യങ്ങളും, തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാകും. ഒരു കിങ്ങിന്റെ എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും എന്നുള്ളതാണ്. കിങ് എന്ന് പറയുമ്പം എപ്പോഴും ഉയരത്തിലിരിക്കുന്ന ഒരാളാണ്, സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്, പവറുള്ള ഒരാളാണ്. സോ ആ ഒരു എനർജിയിലേക്ക് നിങ്ങളും വരുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് സങ്കടം വരുന്ന ആളുകൾ, ചെറിയൊരു കാര്യം കിട്ടുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുക, അതിനെക്കുറിച്ചിട്ട് തന്നെ ഒരുപാട് ദിവസം ഓർത്തിരിക്കുക, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ് ആയിരുന്നു എങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടാകും. നിങ്ങൾ അതിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ടാകും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്.
നിങ്ങൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ ചിലപ്പം ലൈഫ് സിമ്പിൾ ആയിട്ട് എടുക്കാത്ത ആളുകളായിരിക്കാം. അതായത് എല്ലാത്തിനെയും സീരിയസ് ആയിട്ട് എടുക്കുക, മറ്റുള്ളവരെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുക, മറ്റുള്ളവർ എന്ത് പറയുമ്പോഴും അതിനെ വിശ്വസിക്കുക, എന്താ ഏതാന്നുള്ളതൊന്നും എന്താ പറയുക, നിങ്ങളെക്കാൾ പ്രിയോറിറ്റി അവർക്ക് കൊടുക്കുന്ന വ്യക്തികളായിരുന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഇപ്പം ബാലൻസിലേക്ക്, ഈ പേഴ്സൺ കാരണം ബാലൻസിലേക്ക് വരും എന്നുള്ളതാണ്. ആൻഡ് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പം സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ പുറകിൽ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പുറകാലെ പോയിട്ടുണ്ടാവുമായിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ നിങ്ങളുടെ പുറകിൽ ഉണ്ടായിട്ടും നിങ്ങൾ എന്താക്കിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആരാണ് ഇഷ്ടം ആ വ്യക്തികളുടെ പുറകാലെ പോയിട്ടുണ്ടാകും. ഓക്കെ, അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ കാണാതെ നടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിന് നിങ്ങൾ അത്ര വലിയ വാല്യൂ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ വേണം നിങ്ങളുടെ കൂടെ കൂട്ടാനെന്ന്. എന്നാൽ മാത്രമേ അവിടെ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ, അവിടെ സ്നേഹം ഉണ്ടാവുള്ളൂ, സ്റ്റിൽ അത് കണ്ടിന്യൂ ആയിട്ട് കിട്ടത്തുള്ളൂ എന്നുള്ളത്. അവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കും. അതായത് സ്നേഹിക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കും. അതും ഈ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി കാരണം തന്നെയാണ്. നിങ്ങൾ ബ്രേക്കപ്പ് ആണെങ്കിലും ഇപ്പം നിങ്ങൾ എന്ത് സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പ് കണ്ടാണെങ്കിലും ഈ പാഠങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 7 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അത് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിരിക്കാം, അങ്ങനെ പലതും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെ നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിരിക്കാം. ഫൈനലി 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഒന്ന് 2 ഓഫ് സോർട്സും അതുപോലെ 7 ഓഫ് വാൻസും ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിനോട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ചാലഞ്ചുകൾ നിങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഈ റിലേഷൻഷിപ്പ് കാരണം. പക്ഷെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിങ്ങനെ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കും, അതിനനുസരിച്ച് ചാലഞ്ചുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ചാലഞ്ചുകളെല്ലാം നിങ്ങൾ ഓരോന്നായി നേരിട്ട് പോയിക്കൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് പവർ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു ചെറിയ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് 2 ഓഫ് സോർട്സ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളായിരുന്നിട്ടുണ്ടാകാം നിങ്ങൾ. അതായത് ആരോടെങ്കിലും ചോദിക്കണം, അത് തിരഞ്ഞെടുക്കുമ്പം നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിക്കണം, അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നിട്ടുണ്ടാകും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് വേണ്ട ഡിസിഷൻ നിങ്ങൾ തന്നെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ളൊരു പവർ തന്നത് ആ വ്യക്തിയാണ്. അതായത് സ്വയം ഡിസിഷൻസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ടാവില്ലായിരിക്കും. ഈ പേഴ്സണെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച നിങ്ങൾ സ്വയം ഡിപ്പെൻഡഡ് ആയിട്ട് ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വെറുതെ യൂണിവേഴ്സ് തന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിലെ പല ചേഞ്ചുകൾ, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചുകൾ വന്നിട്ടുള്ളത് ഈ പേഴ്സൺ കാരണമാണ്. അവർ തെറ്റ് ചെയ്ത ആളായിക്കോട്ടെ, അവർ നിങ്ങളെ ചതിച്ച ആളായിക്കോട്ടെ, അവർ കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകാം. അത് നിങ്ങൾ ഹെൽത്ത് ബേസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. പക്ഷെ അതെല്ലാം അതേപോലെ തന്നെ ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് ചേഞ്ചുകളും ലൈഫിൽ വന്നിട്ടുണ്ടാകും. അപ്പം ഈ ഒരു സോളിൻ്റെ അടുത്ത് നിങ്ങൾ താങ്ക്സ് പറയാം. ഓക്കെ, താങ്ക്ഫുൾ ആയിരിക്കുക. ആൻഡ് അതേപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ അടുത്തും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.